Hello. എസ് ഫാഷൻ ബൊട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കുറച്ച് വൈറ്റ് സാരീസിന്റെ കളക്ഷൻ ആണ്. നമ്മൾ ഈ ഒരു ഈസ്റ്ററിന് വേണ്ടി കസ്റ്റമൈസ് ചെയ്ത സാരീസ് ആണ്. ഇതൊന്നും സെയിൽ പർപ്പസിലുള്ളതല്ല. നമ്മൾ നേരത്തെ ഓർഡർ തന്ന പ്രകാരം ഈസ്റ്ററിനോടനുബന്ധിച്ച് ഡിസ്പാച്ച് ചെയ്ത സാരീസ് ആണ്. ഈ സാരീസ് നിങ്ങൾക്ക് റീ ഓർഡർ ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് ഹാൻഡ് എംബ്രോയിഡറി സാരികളുണ്ട്, മിഷൻ എംബ്രോയിഡറി സാരികളുണ്ട്. ഞാൻ ഓൾറെഡി എപ്പോഴും പറയാറുള്ളത് പോലെ നമുക്ക് മിഷൻ എംബ്രോയിഡറി സാരീസിന് 15 വർക്കിംഗ് ഡേയ്സും അതുപോലെ ഹാൻഡ് എംബ്രോയിഡറി സാരീസിന് 60 വർക്കിംഗ് ഡേയ്സും ആണ് നമ്മുടെ ഡിസ്പാച്ച് ടൈം വരുന്നത്. അതുപോലെ നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന സാരീസ് ഒക്കെ ഓൾറെഡി ഡിസ്പാച്ച് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പം ചിലപ്പം ഈ ആഴ്ച ചെയ്തതായിരിക്കും, ചിലപ്പോൾ കുറച്ച് ദിവസം മുമ്പൊക്കെ ചെയ്ത സാരീസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈസ്റ്ററിനോടനുബന്ധിച്ച് നമ്മൾ ചെയ്തതന്നെ ഉള്ളൂ. ഒരുമിച്ച് നമ്മൾ ഹാൻഡ് എംബ്രോയിഡറി, മിഷൻ എംബ്രോയിഡറി, ആ വൈറ്റ് സാരീസ് ഒരുമിച്ച് ക്ലബ് ചെയ്തൊരു വീഡിയോ ചെയ്യുന്നതാണ്. എപ്പോഴും ഒത്തിരി ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ട്. നമ്മൾ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് അവരുടെ സാരീസ് നമ്മൾ നേരത്തെ ചെയ്ത സാരീസ് ഒക്കെ ആയിരിക്കും ചിലപ്പം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയി വരുന്നത്. അതായത് ചിലപ്പോൾ 2 വീക്സ് മുമ്പ് നമ്മൾ എടുത്തതായിരിക്കും. അപ്പം നമ്മളത് നേരിട്ട് കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ സാരി ആയിരിക്കും നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനിടയ്ക്ക് വേറെ സാരീസ് ചെയ്തോ, എന്നെ സാരി ഇനിയും ഡിലേ ആവുമോ എന്നൊക്കെയുള്ള ഡൗട്ട് ആൾക്കാർക്കുണ്ട്. അങ്ങനെയില്ല, നമ്മൾ ഓർഡർ എങ്ങനെയാണോ കിട്ടുന്നത് അതനുസരിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മൾ പല വീഡിയോസ് എടുത്തതിനെ ക്ലബ് ചെയ്ത് ഒരുമിച്ചായിരിക്കും വീഡിയോസ് ഡിസ്പ്ലേ ചെയ്യുന്നത്. അങ്ങനെയാണ്. അപ്പൊ നമുക്ക് കുറച്ച് സാരീസ് ഇന്ന് കാണാം. ഇത് നമ്മളൊരു വൈറ്റ് കളറിലെ കോട്ടൺ ചെക്കോട്ട സാരിയിൽ കട്ട് വർക്ക് എംബ്രോയിഡറി ചെയ്തിരിക്കുന്നതാണ്. മിഷൻ കട്ട് വർക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ മിഷൻ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു മാങ്ങ ഡിസൈൻ ചെയ്ത് സോൾഡർ ചെയ്ത് കട്ട് വർക്ക് ആക്കിയിരിക്കുന്നതാണ്. ഇങ്ങനെയാണ് നമുക്ക് ആ ഒരു കട്ട് വർക്ക് ഡിസൈൻ വരുന്നത്. അതിനുശേഷം നമ്മൾ അതിൻ്റെ അടിയിൽ ഷാഡോ വർക്ക് യൂസ് ചെയ്തിട്ട് ഒരു എംബ്രോയിഡറി കൊടുത്തിരിക്കുന്നത്. അതായത് മിഷൻ എംബ്രോയിഡറിയും ഹാൻഡ് എംബ്രോയിഡറിയും മിക്സ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ആണ്. ഈ ഒരു പാറ്റേൺ നമ്മൾ നേരത്തെ ഒരു സൽവാർ ചെയ്തിട്ടുണ്ടായിരുന്നു, സിൽക്കി കോട്ട ഫാബ്രിക്കിൽ വരുന്ന ആ ഒരു സൽവാർ കണ്ടിട്ട് നമുക്ക് റീ ഓർഡർ വന്നാണ്. അത് ആ പാറ്റേൺ നമുക്കൊരു സാരിയിൽ ചെയ്ത് കൊടുക്കുക എന്നുള്ള രീതിയിൽ. ഈ ഒരു സാരിക്ക് നമുക്ക് വേറെ ഓർഡേഴ്സ് ഉണ്ട്. ഇത് നമ്മൾ ഫസ്റ്റ് ഡിസ്പാച്ച് ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ്. ഇതിന്റെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡിസൈൻ എന്ന് പറയുന്നത് പല്ലുവിന്റെ ഉൾവശത്തും സെയിം പാറ്റേണിലുള്ള ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിന്റെ റണ്ണിങ് പോർഷനിലാണ് നെക്സ്റ്റ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഡിസൈൻ വരുമ്പം ഇത് ഇങ്ങനെയാണ് റണ്ണിങ് പോർഷനിലുള്ള ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. എല്ലാ ഡിസൈനും ഒരേ വലിപ്പത്തിൽ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് നമ്പർ ഓഫ് ഡിസൈൻസിന്റെ ഒക്കെ വ്യത്യാസം മാത്രമേ വന്നിട്ടുള്ളൂ. അതുപോലെ നമുക്കിപ്പം വന്നിരിക്കുന്ന ഓർഡേഴ്സ് എല്ലാം സെയിം കളർ കോമ്പിനേഷനിലുമാണ്. നമുക്ക് ഈ സെയിം പിങ്കിൽ തന്നെ വേറെ സാരീസും ഉണ്ട്. ഇതിനകത്ത് സ്കാലപ്പ് ഒക്കെ അഡീഷണൽ ആയിട്ട് വരുന്ന സാരീസ് ഉണ്ട്. ബാക്കിയെല്ലാം സെയിം ആയിട്ട് നമുക്ക് ഈ ഒരു പാറ്റേണിൽ കുറേ സാരീസ് നമുക്കിപ്പോൾ ഒരു ഓർഡറിൽ പെൻഡിങ് ആയിട്ടുണ്ട്. അതൊക്കെ കംപ്ലീറ്റ് ആകുന്ന സമയത്ത് കാണിക്കാം. ഇതിന്റെ ചെസ്റ്റ് പോർഷനിൽ ഇതുപോലെ 3 ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് നല്ലൊരു ഭംഗിയുള്ളൊരു വർക്കാണ്. കട്ട് വർക്കും ഷാഡോ വർക്കും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുമ്പോഴത്തേനും നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്നൊരു വർക്ക് തന്നെയാണ്. അപ്പം അതിനകത്ത് 3 ഡിസൈൻസ് ഇതുപോലെ ആ ഒരു ചെസ്റ്റ് പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 2 ഡിസൈൻസിന്റെ റൈറ്റ് ലെഗ് പോർഷനിലും അതുപോലെ നമ്മുടെ ആ ഒരു റൈറ്റ് ലെഗിന് അതായത് ലെഫ്റ്റ് ലെഗ് പോർഷൻ വരുന്നത് പോലെ, അതായത് ഫ്ലീറ്റ്സിന് മുമ്പ് വരുന്നത് പോലെ വരുന്നൊരു പാറ്റേണിലും അങ്ങനെ ഈ ഒരു ഇതുപോലെ സ്റ്റാൻഡിങ് പോസിൽ ഇങ്ങനെ 2 ഡിസൈൻസും കൂടി ഈ ഒരു സാരിയിൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പർട്ടിക്കുലർ സാരിക്ക് നമ്മൾ അറ്റാച്ച്ഡ് ആയിട്ട് ബ്ലൗസ് കൊടുത്തിട്ടുണ്ട്. ബ്ലൗസിൽ വരുമ്പോഴത്തേനും ഇതുപോലെയാണ് വർക്ക് വന്നിരിക്കുന്നത്. ഇച്ചിരി ചെറിയ സൈസ് ആക്കിയിട്ടുണ്ട് ആ ഒരു മാംഗോ ഡിസൈൻ. എന്നിട്ട് അതിന്റെ ഒരു അടിഭാഗത്ത് വരുന്നത് ഒരു ഫ്ലവർ വരുന്നത് പോലെയാണ് ഷാഡോ വർക്ക് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഒത്തിരി ആയി കഴിയുമ്പോഴത്തേനും നമ്മുടെ ആ ഒരു സ്ലീവ്സ് കവർ ചെയ്ത് പോയിട്ട് ഭംഗി വരാത്തത് കൊണ്ടാണ് നമ്മൾ ഇച്ചിരി ഷോർട്ട് ആക്കി ഒരു ഡിസൈൻ സ്ലീവ്സിൽ കൊടുത്തിരിക്കുന്നത്. ഇത്രയാണ് ഈ ഒരു സാരിയിൽ വന്നിരിക്കുന്നത്. ഈ ഒരു ഡിസൈൻ നമ്മൾ ഫസ്റ്റ് ആയിട്ട് സാരിയിൽ ഡിസ്പ്ലേ ചെയ്യുന്നത് കൊണ്ട് തന്നെ ജസ്റ്റ് ഞാൻ ഇത് ഉടുത്തിട്ടുള്ളൊരു ഡിസ്പ്ലേയും കൂടെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം.
നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ വൈറ്റ് കളറിലെ കോട്ടൺ ചെക്കോട്ട സാരിയിൽ നമ്മൾ ആപ്ലിക് വർക്ക് ചെയ്ത ഈ സെയിം ഡിസൈൻ നമ്മൾ ആ ഒരു ആപ്ലിക് വർക്ക് സാരീസിന്റെ ഡിസ്പ്ലേയുടെ സമയത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ റീഓർഡർ വന്നാൽ ചെറിയ ചേഞ്ചസോടുകൂടി ചെയ്തതുകൊണ്ടാണ് ഞാൻ ഇതിനെ വീണ്ടും എടുത്ത് കാണിക്കുന്നത്. കാരണം വെച്ചാൽ ഈ സെയിം പാറ്റേണിൽ തന്നെ നമുക്ക് റിപ്പീറ്റ് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു, നമ്മൾ ഡിസ്പാച്ച് ചെയ്തു. അതിനകത്ത് കാണിച്ച കുറേ സാരീസും ഒരു ഗ്രീൻ സാരി അങ്ങനെ 3-4 സാരീസ് നമ്മൾ ആപ്ലിക് വർക്കിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നമുക്ക് റിപ്പീറ്റ് ഓർഡേഴ്സ് സെയിം വന്നിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ചെറിയ ചേഞ്ച് ഉള്ളതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ സാരി എടുത്ത് കാണിക്കുന്നത്. അപ്പം നമ്മുടെ പല്ലു പോർഷനൊക്കെ സെയിം ആയിട്ട് തന്നെയാണ്. 2 ഫ്ലവറും രണ്ട് സൈഡിലും ലീഫ് വരുന്ന ഒരു പാറ്റേണിൽ പിങ്ക് ഗ്രീൻ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് പല്ലുവിന്റെ റണ്ണിങ് പോർഷനിൽ ഒരു സിംഗിൾ ഫ്ലവർ സ്റ്റിച്ച് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പല്ലുവിന്റെ ഉള്ളിൽ വരുന്ന പോർഷനിലും ഒരു സിംഗിൾ ഫ്ലവർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ നേരത്തെ കാണിച്ച സാരിയിലെ പോലെ തന്നെയാണ്. ചെസ്റ്റ് പോർഷനാണ് ചെറിയൊരു ഡിഫറൻസോടുകൂടി ചെയ്തിരിക്കുന്നത്. ചെസ്റ്റ് പോർഷനിൽ നമ്മൾ നേരത്തെ കാണിച്ച സാരിക്കകത്ത് 2 ഡിസൈൻ ആയിരുന്നു. ചെസ്റ്റ് പോർഷന്റെ മെയിൻ ആ ഒരു നമ്മൾ ആ കുത്തുന്ന ഭാഗത്ത് വരുന്നത് പോലെ 2 ഡിസൈൻസ് ആണ് വന്നിരുന്നത്. ഇതിനകത്ത് സിംഗിൾ ഡിസൈനേ വരുന്നുള്ളൂ. പക്ഷേ നമ്മൾ ചെസ്റ്റിന്റെ ഉള്ളിൽ വരുന്നത് പോലെ, അതായത് സിംഗിൾ ഫ്ലീറ്റ്സിലും യൂസ് ചെയ്യാവുന്നത് പോലെ ചെസ്റ്റിന്റെ ഉള്ളിൽ വരുന്നത് പോലെ സെയിം ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് സെയിം സൈസും പാറ്റേണും എല്ലാം ഉള്ള ഡിസൈൻ തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന. പൊസിഷന് ചെറിയ ചേഞ്ച് വരുത്തിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഇതിനകത്ത് കളർ കോമ്പിനേഷൻ ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഈ പറഞ്ഞ പോലെ ആ ഒരു ഫ്രണ്ട് ഫ്ലീറ്റിൽ നിന്നും ഉള്ളിലെ ഫ്ലീറ്റിലേക്ക് ആ ഒരു ഡിസൈൻ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്പർ ഓഫ് ഡിസൈൻസ് ഒക്കെ സെയിം തന്നെയാണ്. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ചെസ്റ്റ് പോർഷൻ ചെയ്തെടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിന്റെ റൈറ്റ് ലെഗ് പോർഷനിൽ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ സെയിം സൈസിലുള്ള ഡിസൈൻ ഇതിന്റെ റൈറ്റ് ലെഗ് പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഫ്ലീറ്റ്സ് കഴിഞ്ഞ് വരുന്നത് പോലെ ഒരു സിംഗിൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു സിംഗിൾ ഡിസൈൻ ആ ഒരു ലെഫ്റ്റ് ലെഗ് പോർഷനിലൊക്കെ വരുന്നത് പോലെ, അല്ലെങ്കിൽ ബാക്കിലോട്ടൊക്കെ വരുന്നത് പോലെ വരുന്നതായിട്ടാണ് ഈ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് അഡീഷണൽ ആയിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് ബ്ലൗസും ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്ലൗസ് വേണ്ടവർക്ക് അഡീഷണൽ ആയിട്ട് നമ്മൾ സെയിം പാറ്റേണിൽ ബ്ലൗസ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ 2 സ്ലീവ്സിലും ഈ ഒരു സിംഗിൾ ഫ്ലവർ പാറ്റേൺ വരുന്നത് പോലെ ബ്ലൗസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു വൈറ്റ് കളറിലെ കോട്ടൺ ചെക്കോട്ട സാരിയിൽ നമ്മളൊരു ബ്ലൂ കോമ്പിനേഷനിലെ ഹാൻഡ് എംബ്രോയിഡറി വർക്ക് ചെയ്തിരിക്കുന്നതാണ്. ഇത് ബ്ലൂവിന്റെ ഡബിൾ ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു കടായി കമ്മൽ സ്റ്റിച്ചിലാണ് ഈ ഒരു ഫ്ലവർ ചെയ്തിരിക്കുന്നത്. അതിന്റെ സെൻട്രൽ പോർഷൻ നമ്മളൊരു പേൾ ആഡ് ചെയ്തിട്ട് അതിന് ചെറിയൊരു ഹൈലൈറ്റും കൊടുത്തിട്ടുണ്ട്. ലൈറ്റർ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ പല്ലു പോർഷൻ എൻഡ് ആയതുകൊണ്ട് നമ്മളൊരു ചെറിയ എൽ ഷേപ്പിലെ ഈ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടാണ്. എന്നാൽ ആ ഒരു സ്റ്റിച്ച് കടായി കമ്മൽ സ്റ്റിച്ച് എന്ന് പറയുന്നത് കുറച്ചൊരു 3D ഇഫക്റ്റ് ഒക്കെ കിട്ടുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി പാറ്റേൺ ആണ്. ആ ഒരു സ്റ്റിച്ചിന്റെ എലഗൻസ് വരുന്നത് പോലെ തന്നെ നല്ല കോൺട്രാസ്റ്റ് ആയിട്ട് വൈറ്റിൽ ബ്ലൂ വരുമ്പോഴത്തേനും നല്ല കോൺട്രാസ്റ്റ് ആയിട്ട് കാണാവുന്ന പോലെയാണ് നമ്മൾ ഈ എംബ്രോയിഡറി സ്റ്റിച്ച് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ പല്ലുവിന്റെ ഉൾവശം വരുന്നതാണ്. ഉള്ളിൽ വരുന്നിടത്ത് നമ്മൾ ഇതുപോലെ 3 ഫ്ലവേഴ്സ് എൽ ഷേപ്പിൽ തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പല്ലുവിന്റെ പോർഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ എൽ ഷേപ്പിൽ തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു സാരിയാണ്. എന്നാൽ നല്ല ഒരു കളർ കോമ്പിനേഷൻ വൈസ് ഞാൻ പറഞ്ഞതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ്. ഇനി നെക്സ്റ്റ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിലാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിലെ വർക്ക് വരുന്നത്. ചെസ്റ്റ് പോർഷനിൽ നമ്മൾ 2 ഡിസൈൻസാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു 3 ഫ്ലവർ വരുന്ന ഒരു പാറ്റേണിലാണ് നമ്മൾ ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ 3 ഫ്ലവേഴ്സ് വരുന്ന 2 ഡിസൈൻസ് ചെസ്റ്റ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ ഇതിനകത്ത് ഒരു ബ്ലൗസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ബോട്ടം പോർഷനും സെയിം ഡിസൈൻ, ഈ ഒരു 3 ഫ്ലവർ വരുന്ന ഡിസൈൻ ആയിട്ടാണ് നമ്മൾ ഇതിന്റെ ബോട്ടം പോർഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ 2 ഫ്ലവർ വരുന്ന ഒരു പാറ്റേണിലാണ് നമ്മൾ ഇതിനകത്ത് അറ്റാച്ച്ഡ് ആയിട്ട് ബ്ലൗസ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിനകത്ത് വിത്ത് ബ്ലൗസ് വരുന്നത്. 2 ഫ്ലവേഴ്സ് 2 സ്ലീവിലും വരുന്ന ഒരു പാറ്റേണിൽ ഇങ്ങനെ. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ വൈറ്റ് കളറിലെ ഒരു ഓർഗൻഡി സാരിയിൽ നമ്മൾ മിഷൻ എംബ്രോയിഡറി വർക്ക് ചെയ്തിരിക്കുന്നതാണ്. ഈ ഒരു ഡിസൈൻ പാറ്റേൺ നമ്മൾ നേരത്തെ ഒരു കോട്ട ഫാബ്രിക്കിലൊക്കെ ചെയ്തിട്ടുള്ള ലാവൻഡറിൽ വൈറ്റ് ഉള്ള ഒരു കോമ്പിനേഷനിൽ നമ്മൾ 3-4 പ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. അപ്പോൾ അതിന്റെ ഒരു സെയിം ഇൻസ്പിറേഷനിൽ ചെയ്തിരിക്കുന്നതാണ്. പക്ഷെ ഓർഗൻഡിയിൽ നമ്മൾ തിരിച്ചാണ്, അതായത് വൈറ്റ് സാരിയിൽ ലാവൻഡർ കോമ്പിനേഷനിലാണ് ഈ ഡിസൈൻസ് ചെയ്തിരിക്കുന്നത്. 2 ഡിസൈൻസ് എൽ ഷേപ്പിലായിട്ടാണ് ഇതിന്റെ പല്ലുവിന്റെ മെയിൻ പോർഷനിൽ ചെയ്തിരിക്കുന്നത്. സിംഗിൾ നീഡിൽ ഡിസൈൻ ആണ്. അതുപോലെ ഇതിന്റെ ഫ്ലവേഴ്സ് വരുന്നത് ക്രോസ് സ്റ്റിച്ച് പാറ്റേണിലാണ്. ഇതിനകത്ത് ഈ സെൻട്രൽ വരുന്ന 2 ഫ്ലവേഴ്സ് വരുന്നത് ചുറ്റും ലീവ്സ് ഒക്കെ വരുന്ന ഒരു പാറ്റേണിലാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. അതുപോലെ ഇതിന്റെ പല്ലുവിന്റെ ഉള്ളിൽ വരുന്ന എൻഡിലും ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. സെയിം സൈസിലുള്ള ആ ഒരു ഡിസൈൻസ് ആണ് ഇതിനകത്ത് മൊത്തം കൊടുത്തിരിക്കുന്നത്. ഇനിയെല്ലാം സിംഗിൾ ഡിസൈൻസ് ആണ്. പല്ലുവിന്റെ എൻഡിൽ മാത്രം നമ്മൾ 2 ഡിസൈൻസ് മെർജ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് വരുമ്പോൾ സിംഗിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ റണ്ണിങ് പോർഷനിലാണ് ഒരു ഡിസൈൻ വരുന്നത്. റണ്ണിങ് പോർഷനിൽ ഇതുപോലെ ഡിസൈൻ വന്നിട്ടുണ്ട്.
ഇത് വൈറ്റിലായതുകൊണ്ടും ഇങ്ങനെ ലൈറ്റ് ഷെയ്ഡ്സ് ആയതുകൊണ്ടും നമുക്ക് വീഡിയോയിൽ ക്യാപ്ചർ ചെയ്തെടുക്കാനായിട്ട് ശരിക്കും ഭയങ്കര ഡിഫിക്കൽട്ടിയാണ്. ഇതിന് നേരിട്ട് കാണുമ്പോഴാണ് ഈ ഒരു സാരിയുടെ ഒക്കെ ഭംഗി നമുക്ക് കുറച്ചും കൂടെ അറിയാനായിട്ട് പറ്റുന്നത്. കാരണം വെച്ചാൽ ലാവൻഡർ ഷെയ്ഡ് ആണെങ്കിലും വൈറ്റ് ഷെയ്ഡ് ആണെങ്കിലും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ഒക്കെ ആണെങ്കിലും ഭയങ്കര കോൺട്രാസ്റ്റ് ചെയ്ത് കാണിക്കുന്ന കളേഴ്സ് അല്ല. അപ്പം നമുക്ക് പ്രത്യേകിച്ച് ഈ പറഞ്ഞുള്ള വൈറ്റ് ഷെയ്ഡ്സ് ഒക്കെ വീഡിയോയിൽ കാണിക്കാനായിട്ട് നല്ല ഡിഫിക്കൽട്ടി ആയിട്ടുള്ള, ലൈറ്റ് അടിക്കുമ്പോഴത്തേനും അതങ്ങ് ഫുൾ അങ്ങ് വൈറ്റ് ആയി പോകും. അതിനകത്ത് ഡിസൈൻ നമുക്ക് കാണിക്കാനായിട്ട് പാടാവും. നമ്മൾ ഡിസൈൻ കാണിക്കാനായിട്ട് അതിനെ കുറച്ച് ഡിം ആക്കുമ്പോഴത്തേനും മൊത്തത്തിൽ അത് ആ ഒരു സാരി തന്നെ ഡിം ആയി പോകും. ആ ഒരു പ്രശ്നം എല്ലാപ്പോഴും നമ്മൾ വൈറ്റ് കാണിക്കുന്ന എല്ലാ സമയത്തും അങ്ങനെ വരാറുണ്ട്. അതുകൊണ്ട് ഞാനിത് എടുത്ത് പറഞ്ഞത്. ശരിക്കും ഈ പറഞ്ഞ ഈ ഒരു ലൈറ്റ് ലാവൻഡറും വൈറ്റോടുള്ള ഒരു കോമ്പിനേഷൻ ഒക്കെ കാണാൻ നേരിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു പേസ്റ്റൽ കോമ്പിനേഷൻ ആണ്. നമുക്കൊരു ക്ലാസിക് ലുക്ക് തരുന്നൊരു റോയൽ ലുക്ക് തരുന്ന ഒരു സാരീസ് തന്നെയാണ് ഈ ഒരു കോമ്പിനേഷനിൽ വരുന്ന സാരീസ് ഒക്കെ. ഇങ്ങനെയാണ് ഇതിനകത്ത് ചെസ്റ്റ് പോർഷൻ വരുന്നത്. ഇങ്ങനെ 3 ഡിസൈൻസ് ആണ് ചെസ്റ്റ് പോർഷനിൽ വരുന്നത്. ചെറിയ ഡിസൈൻ ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ 3 ഡിസൈൻസ് കൊടുത്തത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്രണ്ട് പോർഷൻ കവർ ആയിട്ട് ഈ ഒരു ഡിസൈൻ വരും. പിന്നെ ബോട്ടം പോർഷനിൽ നമ്മൾ ലെഫ്റ്റ് ലെഗ് പോർഷനിൽ ഒരു ഡിസൈൻ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ റൈറ്റ് ലെഗ് പോർഷനിലും ഇതുപോലെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ ഒരു സാരി നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് നമ്മൾ ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ്. ഞാൻ വീണ്ടും നമ്മൾ ഈ ഈസ്റ്റർ സമയത്തേക്ക് വേണ്ടി ഈ ഒരു കോമ്പിനേഷൻ ചെയ്തത് കൊണ്ട് വീഡിയോയിൽ ചുമ്മാ ഒന്നുകൂടി കാണിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ വൈറ്റ് ഓർഗൻഡിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. പീച്ച് ഗ്രീൻ കോമ്പിനേഷനിലാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ആ കാണിച്ചിരിക്കുന്ന പാറ്റേൺ, അതായത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള ആ ഒരു ഇതേ പാറ്റേൺ തന്നെ ഫോളോ ചെയ്താണ് ഈ ഒരു സാരി ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് നമ്മളൊരു 6 ഫ്ലവേഴ്സിനെ ഈ ഒരു ഷേപ്പിൽ പല്ലു പോർഷനിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ പല്ലുവിൻ്റെ ഉള്ളിൽ വരുന്ന ഭാഗത്ത് നമ്മൾ ഈ ഒരു 3 ഫ്ലവേഴ്സ് വരുന്നൊരു പാറ്റേൺ, ഇതുപോലെ 3 ഫ്ലവേഴ്സ് വരുന്നൊരു പാറ്റേൺ പല്ലുവിൻ്റെ ഉള്ളിൽ വരുന്ന ഭാഗത്തും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഈ ഒരു സാരിയുടെ ചെസ്റ്റ് പോർഷൻ ആണ്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഈ ഒരു ഡിസൈൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ചെസ്റ്റ് പോർഷൻ തന്നെയാണ്. കൊടുത്ത് വരുമ്പോഴത്തേനും നല്ലതായിട്ട് വലിയതായിട്ട് കാണാവുന്നത് പോലെ ഒരു സിംഗിൾ ഫ്ലവർ പാറ്റേണിൽ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഒരു 7 ഫ്ലവേഴ്സിനെ ഇപ്പം ഇങ്ങനെ 6 ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഈ ഒരു സെൻട്രൽ പോർഷൻ ആയ ചെസ്റ്റ് പോർഷനാണ് ഈ ഒരു സാരിയുടെ മെയിൻ ഹൈലൈറ്റ്. ഇനി ഇതിൻ്റെ റൈറ്റ് ലെഗ് പോർഷനിലും ലെഫ്റ്റ് ലെഗ് പോർഷനിലും ഇതുപോലെ 3 ഫ്ലവേഴ്സ് വീതം വരുന്ന ഒരു പാറ്റേണിലാണ് ഈ ഒരു സാരി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ ആ ഒരു പല്ലുവിൻ്റെ ഉൾവശത്ത് കണ്ട ആ ഒരു ഡിസൈനെ ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്ത് ലെഫ്റ്റ് ലെഗിലും അതുപോലെ റൈറ്റ് ലെഗിലും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അഡീഷണൽ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഉള്ളതുപോലെയൊക്കെ നമ്മൾ ഒരുപാട് ഡിസൈൻസ് ചെയ്തിട്ട് ഒരുപാട് കളർ കോമ്പിനേഷനും ഒരുപാട് മെറ്റീരിയൽസ്, സിൽക്കി കോട്ടയിലാണെങ്കിലും കോട്ടൺ ചെക്കോട്ടയിലാണെങ്കിലും ഓർഗൻഡിയിലാണെങ്കിലും ഒക്കെ നേരത്തെ കാണിച്ചിട്ടുള്ളതാണ്. ഇപ്പം നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് ഈ ഒരു കളർ കോമ്പിനേഷനിലാണ്. അപ്പോൾ ഈ കാണിച്ച സാരീസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ സാരീസ് നിങ്ങൾക്കും ഓർഡർ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ, ഇനിയിപ്പം ഈസ്റ്റർ കഴിഞ്ഞു ഇനി വൈറ്റ് സാരീസ് അല്ല നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കളർ കോമ്പിനേഷൻ മാറ്റിയോ ഡിസൈൻസ് മാറ്റിയോ ഒക്കെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നതാണ്. അതുപോലെ ഇത് നമ്പർ ഓഫ് ഡിസൈൻസ് ഒക്കെ ഈ ഒരു കസ്റ്റമർ പറഞ്ഞതനുസരിച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതല്ല നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഡിസൈൻസ് ആണോ, അല്ലെങ്കിൽ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കുറച്ച് ഡിസൈൻസ് ആണ് വേണ്ടത്, അങ്ങനെയൊക്കെ നമ്മൾ കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മൾ യൂണിഫോം വർക്കുകളും എടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ വീഡിയോസിലൊക്കെ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഹാൻഡ് എംബ്രോയിഡറിയിലല്ല, നമ്മൾ മിഷൻ എംബ്രോയിഡറിയിലാണ് കൂടുതലും യൂണിഫോം ഓർഡേഴ്സ് എടുക്കുന്നത്. അപ്പോൾ യൂണിഫോം ഓർഡേഴ്സിനാണെങ്കിലും ഒക്കെ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോയിൽ ആപ്ലിക് വർക്ക് സാരീസിൻ്റെ ഒക്കെ ഒരു സാരീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്കും നല്ല റെസ്പോൺസ് ആണ് ഉണ്ടായത്. അതിൻ്റെയും ഡിസ്പാച്ച് ഒക്കെ നടന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ഇന്നലെ വീഡിയോ എടുക്കാൻ പറ്റാതെ ഇന്ന് നമ്മൾ വീഡിയോ ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ആ പാറ്റേണും ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മളെ വീണ്ടും കണ്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.